മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ വാമദേവനെയും കൊണ്ട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും സീമന്തിനി പറയുന്നുണ്ട്, എന്തിനാണ് നീ പോകുന്നത്? അച്ഛനെ പോലെ തന്നെ നിനക്കും വീൽ ചെയറിൽ ഇരിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, ഈ അമ്മയുടെ ഒരു കാര്യം എന്തുണ്ടെങ്കിലും എല്ലായിടത്തും മുടക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയാൻ വന്നോളും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാഥൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും വാമദേവൻ പറയും, ഇവളെ അങ്ങനെയെല്ലാം പറയും മോനെ, നമുക്കതൊന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോകാം, എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ എണീറ്റ് നടക്കാനെല്ലാം പറ്റുള്ളൂ എന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ വീട്ടിലെത്തുകയാണ് മേഘനാഥനും വാമദേവനും എല്ലാം. അപ്പോഴേക്കും വാമദേവനും പറയുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയും നമുക്ക് കാണാമടാ, അവനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റും, അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോണം, അവൻ ഇവിടെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ എന്നോട് പറയണോ? അച്ഛൻ്റെ ചികിത്സയെക്കാട്ടിയും എനിക്ക് പ്രാധാന്യം അവനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എടാ മേഘ, ഒരച്ഛനോട് പറയാവുന്ന കാര്യമാണോടാ നീ എന്നോട് പറയുന്നത്? അപ്പം നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ എടാ മേഘ എന്ന് പറയുന്നുണ്ട്. അച്ഛനൊന്നും മിണ്ടാതിരിക്കും, ഞാൻ ഈ വീൽ ചെയറിൽ നിന്ന് ഇപ്പം താഴെ ഇടും എന്ന് പറയുന്നുണ്ട് മേഘൻ. കണ്ണനെയും കൊണ്ട് മഹാലക്ഷ്മിയും അനന്തും മാർക്കവും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഒന്ന് എണീറ്റ് എഴുന്നേക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് താങ്ങി പിടിക്കാവോ, ഞാൻ പതിയെ എണീക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ എണീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മേഘനാഥനും വാമദേവനും കൂടെ അങ്ങോട്ട് വരുന്നത് മഹാലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട എഴുന്നേക്കണ്ട, ദേ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ വീൽചെയറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മേഘനാഥൻ വരുന്നുണ്ട് അടുത്തോട്ട്. അപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കണ്ണാ നിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്ത് പറയാനാ, എൻ്റെ ഒരു കാലം മാത്രമേ, വലതുകാലം മാത്രമേ അനങ്ങിയിട്ടുള്ളൂ, ഇടതുകാലൊന്നും ഒരനക്കവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും മേഘനാഥന് ചെറിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നിന്നെപ്പോലെ തന്നെ ഞാനും ആയടാ, ഇവിടെ വന്ന് നിൻ്റെ ഒരു കാലെങ്കിലും അനങ്ങിയില്ലേ, അതുപോലെ എനിക്കും എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് വാമദേവനും മേഘനാഥനും കൂടെ. അങ്ങനെ തോമസ് വൈദ്യനോട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ തട്ടുപൊളിഞ്ഞ് ഞാൻ താഴെ വീണതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നട്ടലിന് ക്ഷതം സംഭവിച്ചിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറയുന്നത്, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്തിയേ പറ്റുമോ ഡോക്ടറെ എന്നൊക്കെ പറയുന്നുണ്ട് വാമദേവൻ. അപ്പോഴേക്കും പറയുന്നുണ്ട്, എന്നാൽ പറ്റുന്നത് ഞാൻ ശ്രമിക്കാം, പിന്നെ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലിക്കണമെങ്കിൽ മനസ്സും ഒന്നും കൂടെ നന്നായിരിക്കണം, മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ വരുത്താൻ പാടുള്ളൂ, ദുഷ്ടചിന്തകളൊന്നും മനസ്സിൽ വരുത്തരുതെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മേഘനാഥനും വാമദേവനും ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതൊന്നും അവിടെ കാണിക്കാതെ ഇരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കാര്യം നടക്കണമല്ലോ എന്ന് വിചാരിച്ച്. പിന്നീട് കണ്ണൻ്റെ ചികിത്സയെക്കുറിച്ചെല്ലാം ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ്റെ ചികിത്സയുടെ കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഇവരിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ തോമസ് വൈദ്യൻ അറിയാവുന്നതുകൊണ്ട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, കണ്ണൻ്റെ ഇടതുകാലിൽ നിന്ന് ഒരു ചലനശേഷിയും ഇതുവരെ സംഭവിച്ചിട്ടില്ല, വലതുകാൽ മാത്രമേ അന്ന് അനങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ചികിത്സ തുടങ്ങിക്കൊണ്ടേ ഇരിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥൻ അവിടെയെല്ലാം പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് സാഗർ അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കുമ്പോഴേക്കും തോമസ് വൈദ്യൻ്റെ ഡ്രൈവറായിട്ടാണ് സാഗർ അവിടെ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സാഗറിനെ ദേഷ്യത്തോടു കൂടി തന്നെ എടാന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നീ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകുമല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തെ പിടിക്കുന്നുണ്ട്. അന്നേരം സാഗർ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, നിൻ്റെ ശല്യം സഹിക്കാതായപ്പോൾ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്ന് പറയുന്നുണ്ട്. നീ അതൊന്നും പറയണ്ട, നീ അതും കണ്ണും കാലും കാണിച്ച് എൻ്റെ ഭാര്യ മയക്കി രാത്രിയിലും പകലും ഒന്നും ഇല്ലാതെ ഫോൺ ചെയ്ത് അവളെ നീ വശത്താക്കിയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട് മേഘനാഥൻ. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ എന്നെ എത്ര ഇടിച്ചിട്ടും കാര്യമില്ലടാ, എടാ പെണ്ണിനെ നോക്കാൻ പഠിക്കണം, അല്ലാതെ നിന്നെപ്പോലെ കാട്ടാളനെ പോലെ നടന്നുകൊണ്ടായില്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മേഘനാഥൻ വിടുന്നില്ല. മേഘനാഥൻ നല്ല അടി കൊടുക്കുന്നുണ്ട് സാഗറിന്. പക്ഷേ സാഗർ ഒന്നും തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സാഗർ ഇതെല്ലാം തിരിച്ചു ചെയ്യുന്നത് ഇനി എങ്ങാനും പിന്നെ മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ സ്വഭാവം തന്നെയാണ് ഇപ്പോഴൊന്നും അവർ തെറ്റിദ്ധരിക്കുന്നത്, അതുകൊണ്ട് തിരിച്ചൊരു പ്രതികരണവും നടത്തുന്നില്ല. അങ്ങനെ സാഗറാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്താലും ശരി, മഞ്ജു എൻ്റേതായി തീർന്നു, ഇനിയിപ്പം നീ എന്ത് ചെയ്താലും ഒരു രക്ഷയില്ലടാ എന്നെല്ലാം പറയുന്നുണ്ട് സാഗർ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.